തൃശൂർ മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസിന് ബി.ജെ.പി. പിന്തുണ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം മിനിയെ ബി.ജെ.പി. പിന്തുണച്ചു. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 4 ബി.ജെ.പി. അംഗങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. നടരാജ് പരശുറാം വിവരവുമായി. നടരാജ്, ഇവിടെയല്ലേ പാർട്ടി നടപടിയുണ്ടായത്? അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് നേരത്തെ പാർട്ടി നടപടി ഉണ്ടായത്. കോൺഗ്രസിന് മറ്റത്തൂർ തലവേദന മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. പിന്തുണയിൽ അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു വന്നത് കോൺഗ്രസ് വലിയ തലവേദന ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രാദേശിക നേതൃത്വത്തിന് ജില്ലാ നേതൃത്വവുമായുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് നേതൃത്വം രാജിവെപ്പിച്ചത്. ആ വൈസ് പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നപ്പോൾ വീണ്ടും കോൺഗ്രസിലെ മിനിമോൾ മത്സരരംഗത്തെത്തുകയും ബി.ജെ.പി. പിന്തുണയ്ക്കുകയും ചെയ്തു. ഒടുവിൽ 11-11 എന്ന തരത്തിലേക്ക് സംഖ്യ വന്നതോടുകൂടിയാണ് നറുക്കെടുപ്പിട്ടത്. നറുക്കെടുപ്പിട്ടപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി ഈ സ്ഥാനത്ത് സ്വാഭാവികമായും ബി.ജെ.പി. പിന്തുണയോടുകൂടിയാണ് നറുക്കെടുപ്പിലേക്ക് ആണെങ്കിൽ പോലും വരേണ്ടി വന്നത്. ഈ സ്ഥാനം രാജിവെക്കാൻ ഇനി KPCC നേതൃത്വം ആവശ്യപ്പെടുമോ, അത് മിനിമോൾ അനുസരിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നേരത്തെ ഈ പ്രശ്നം പരിഹരിച്ച് വൈസ് പ്രസിഡന്റായിരുന്ന നൂർജഹാനെ രാജിവെപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ നടപടിയെടുത്ത ആളുകൾക്കെതിരെ ഉണ്ടായ നടപടി പിൻവലിക്കുമെന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നടപടി പിൻവലിക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും മറ്റത്തൂരിൽ DCCക്കെതിരെ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്ന് നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ മിനി രാജിവെക്കുമെന്നുള്ള കാര്യം വ്യക്തമല്ല. പാർട്ടി പറയുന്ന കാര്യം താൻ ചെയ്യുമെന്ന് മിനി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എന്താണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കോൺഗ്രസിന് ബി.ജെ.പി. പിന്തുണ നേടിക്കൊണ്ടുള്ള ഒരു തലവേദന ഇപ്പോഴും മറ്റത്തൂരിൽ മാറുന്നില്ല. അജിത്.